എനിക്ക് മൈക്കിൽ പറഞ്ഞ ശീലം തന്നെയല്ല. ഞാൻ ടീച്ചറൊക്കെ ആണെങ്കിലും എന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നെ പറയും സൗദിൻ്റെ അക്കിൻ്റെയൊക്കെ പെങ്ങളല്ലേ, എന്നിട്ട് എന്താ ഒന്നും പറയാത്തത്. അപ്പോൾ എനിക്ക് ആ കഴിവ് തീരെ ഇല്ല, ഞാൻ തീരെ പറയാറുമില്ല. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക എന്നല്ലാതെ ക്ലാസ് എടുക്കുക ഇങ്ങനെ മൈക്കിൽ പറയൽ തീരെ എനിക്കില്ല. എന്താ ഇപ്പോൾ പറയണ്ടേ? ഏതായാലും പിന്നെ നാട് എന്നാൽ ഞങ്ങൾക്ക് വാപ്പാക്ക് നാടാണല്ലോ ചിറ്റാരാക്കലൊക്കെ. അപ്പോൾ വാപ്പ നാട്ടിക്ക് ഞങ്ങൾക്കൊക്കെ ഒന്നും നാട്ടിക്ക് ഒരു ഭയങ്കര ഹരമാണ്. അപ്പോൾ മഴക്കാലത്ത് ബോട്ടിലാണ് പോവുക. അരീക്കോട് ബോട്ട് ചെട്ടി ഉണ്ടാവും, അവിടുന്ന് കയറും, എന്നിട്ട് ഇവിടെ കൂളിമാട് ഇറങ്ങിയിട്ട് പിന്നെ നടന്ന് വരും. അപ്പോൾ ആദ്യം പിച്ചുണ്ണീത്താപ്പാൻ്റെ അടുക്ക്, പിന്നെ കേക്കിയിൽ, പിന്നെ എയർക്കോട്ടലിയിൽ ഒക്കെ ഭയങ്കര ഒരു അനുഭവം. കുളത്തിൽ ചാടുക, കളിക്കുക. പിന്നെ അവിടെയൊക്കെ ഉള്ള എന്താ ചെന്നാട് അരിപ്പൊടി വാട്ടി അതിൽ തേങ്ങട്ട് ആ കട്ടിപ്പത്തിരി എല്ലായിടത്തും അത്. പിന്നെ വാപ്പാക്ക് എപ്പോഴും അവിടെ ഉണ്ടാക്കണ കോഴിക്കറി അതിൻ്റെ രസം പറയും, എപ്പോഴും പറയും. ബിച്ചുണ്ണിയക്കാനവിടെ ഉണ്ടാക്കണു അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ഓർമ്മകളാണ് അതൊക്കെ. പിന്നെന്താ പറയല്ലേ, ഇപ്പോൾ രണ്ടാമത് ബന്ധം ഒന്നും കൂടി പുതുക്കിപ്പം യൂസുഫലി പറഞ്ഞേക്ക് എല്ലാ പെരുന്നാളിനും ബിച്ചുണ്ണിയക്കാനോടൊക്കെ പെൺകുട്ടികൾ മാത്രമല്ലേ, ഒരു വളരെ അവശ നരിയിലുമാണ്. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും വരലും പോകലും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ കാണാനും. ഇനി എനിക്കിപ്പോൾ ഈ പുലക്കുത്ത് വെച്ച് എങ്ങനെയപ്പോൾ ഈ കണ്ടിയിൽ കുടുംബം അതൊക്കെ ഒന്ന് പഠിക്കണം, അറിയണം. അതിനാ ട്രീ ഞാൻ കണ്ടില്ല, ഞാൻ എപ്പോഴാണ് പോയി കാണുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് പഠിച്ച് അല്ലാതെ മനസ്സിലാക്കണം. എനിക്ക് നല്ല താല്പര്യമാണ് അതൊക്കെ കുടുംബം അറിയാറുന്നത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ കുറേ ഈ പറഞ്ഞേക്ക് അരയങ്കോട്ടുമേരി വാപ്പ അരയങ്കോട്ടുമേരി, പിന്നെ അതിന് മണിൻ്റേര് വാപ്പ ഇങ്ങനെ പറയും. മണിമുണ്ടാന്ന് കണ്ടപ്പോൾ മണിൻ്റേര് പോവുക, അരയങ്കോട്ടുമേര് പോവുക. അവിടെയൊക്കെ രാവിലെ കൊണ്ടുപോകും. റഷീദ് എനിക്കിഞ്ഞൊന്നും പറയാനില്ല, ഇത്രയ്ക്ക് തന്നെ പറയാനില്ല. ഈ ഓർമ്മകളൊക്കെ നല്ല പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഇതുപോലെ നമ്മൾ ദുന്യാവ് മാത്രമല്ല, ഇപ്പം ഇത്രയൊക്കെ ഖൈറും ബർക്കത്തൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളെ ബാപ്പാൻ്റെ 8 മക്കൾ, 5 ആണും 3 പെണ്ണും, എല്ലാവരും ഒരേ അവസ്ഥയിൽ. അതാണ് നമ്മളെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞത്. എല്ലാവരും അധ്യാപകരാണ്, ആയിക്കോട്ടെ, എല്ലാവരും ഒരേ അവസ്ഥയിലാണ്. എല്ലാവർക്കും മക്കളും കുട്ടികളൊക്കെ ആയി നല്ല അവസ്ഥയിലാണ് പോകുന്നത്. അപ്പം നമുക്കിത് നല്ല അള്ളാനക്ക് നമ്മളെപ്പോഴും ശുക്ർ ചെയ്യണം. അത് നമ്മൾ മറക്കാൻ പാടില്ല. ദീന് എപ്പോഴും കൊണ്ടിറക്കണം എന്നുള്ളതാണ്. ഈ സൗഭാഗ്യത്തിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് എപ്പോഴും അവിടുന്ന് പോകേണ്ടി വരാമെന്നറിയില്ല. പിന്നെ അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ നേരത്തെ ഞങ്ങളെ പറഞ്ഞല്ലോ. അതുപോലെ അള്ളാനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങോട്ട് പറഞ്ഞേച്ചത്. അപ്പോൾ അള്ളാനെ മറന്നിട്ടില്ലേ ഒരു ഇതും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നിസ്കാരമായാലും ബാക്കിയുള്ള കർമ്മങ്ങളും ഒക്കെ അതിൻ്റെ ശരിയായ തഖ്വ അത് വേണം. നമ്മളെ പുറത്തേക്കല്ലേ ഈ മറ്റതോ വേറെല്ലതോ ഒന്നല്ല, ഹൃദയത്തിക്കാണ് നോക്കാറിന്. അത് നമ്മൾ ജീവിതത്തിലല്ലോ പാലിക്കണം. അപ്പോൾ ഇവിടെ ദുന്യാവിൽ നമുക്ക് നല്ല ഖൈറുണ്ടാവും. നല്ലോണം സദക്ക കൊടുക്കണം. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ നല്ലോ ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ പ്രായം കൂടുമ്പം അതിനൊക്കെ കൂടുതൽ അതിലൊക്കെ ഇങ്ങനെ താല്പര്യം ഉണ്ടാവും, കൂടുതൽ ചെയ്യണം തോന്നും. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും കുട്ടികളെ പഠിപ്പിക്കണം എന്ന് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ബോധത്ര ഉണ്ടെങ്കിൽ ഇതിനേക്കാളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന്. അതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ മറക്കരുത് ഈ സംഗതികളൊക്കെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യമായിട്ട് നമ്മൾ ദീന് നല്ലോണം, ശരിയായ ദീന്, കാട്ടിക്കൂട്ടലല്ല, ശരിയായ തഖ്വ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. എന്നാൽ നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഖൈറുണ്ടാവും. അപ്പോൾ പഠിച്ച നമ്മളൊക്കെ അതേ അവസ്ഥയിൽ തന്നെ ആക്കട്ടെ. സ്വർഗത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ.